ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് പറയുമ്പോൾ ഒരു കിടുക്കാച്ചി എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞാറ്റിക്ക് അയ്യപ്പൻ 1 കോടി രൂപ കൊടുക്കാന്നൊക്കെ പറഞ്ഞല്ലോ അല്ലേ, അത് വെറുതെ ഒന്നുമല്ല, ശരിക്കും നമ്മുടെ കുഞ്ഞാറ്റിക്ക് അയ്യപ്പൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ കുഞ്ഞാറ്റിൻ്റെ അങ്ങോട്ട് വേഷവും എല്ലാം അങ്ങോട്ട് മാറണം, ആളാകെ അങ്ങോട്ട് കോടീശ്വരൻ്റെ ഒരു ലുക്കൊക്കെ ആവണം കേട്ടോ. അതൊക്കെ കണ്ടിട്ട് അവൾ ലഗേജ് ഒക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ ബാനോമിയും സ്വപ്നയും നെട്ടുകയാണ്. എന്നിട്ട് സ്വപ്നം ചോദിക്കും, കുഞ്ഞാറ്റ എവിടേക്കാണ് പോണത് ബാഗ് എടുത്തിട്ട്? ആ ഞാൻ ഇവിടുന്ന് പോവാണ് വന്നിട്ട് പറയണേ. എന്തിനാ കുഞ്ഞാറ്റ പോണത്? അമ്മ പറഞ്ഞ ദേഷ്യം വന്നു, അതൊക്കെ അമ്മ വെറുതെ പറഞ്ഞല്ലേ, അമ്മ എൻ്റെ അടുത്ത് പിണങ്ങിയാ ചോദിക്കണേ. അയ്യേ, എനിക്ക് പിണക്കൊന്നുമില്ല, എൻ്റെ സമയം മാറി വന്നിട്ട് പറയണേ. എന്ത്, നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് ലോട്ടറി അടിച്ചോ? കുഞ്ഞാറ്റയെ കൊണ്ട് ഭാനുമ്മ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ പറയും, ആ എനിക്ക് അടിച്ചു, ലോട്ടറി അടിച്ചു, 1000 ലക്ഷമോ അല്ല 1 കോടി അടിച്ചിരിക്കുന്നു വേണ്ടി പറയണം. അത് കേൾക്കുമ്പോൾ കുഞ്ഞാറ്റ എന്താണ് സ്വപ്നൻ്റെയും ഭാനുമ്മൻ്റെ ഒക്കെ അങ്ങോട്ട് മുഖം മാറും കേട്ടോ. 1 കോടിയോ? നമ്മുടെ സ്വപ്ന പറയുമ്പോൾ പണത്തിൻ്റെ ഒരാളാണല്ലോ, അപ്പോൾ 1 കോടിയൊക്കെ അടിച്ചു പറഞ്ഞപ്പോൾ ആളങ്ങോട്ട് നെട്ടിട്ടോ. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? എനിക്ക് കുറച്ച് പൈസ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പറയണത് എന്ത് ഞാൻ കേട്ട് നിൽക്കുന്നോ? എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ കുഞ്ഞാറ്റയാണ്, എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല പറഞ്ഞിട്ട് പറയണേ. എടി കുഞ്ഞാറ്റയെ പറഞ്ഞിട്ട് ഭാനുമ്മ വിളിക്കണേ. എടീന്നോ പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞാറ്റ കൈ ചൂണ്ടിയിട്ട് ഭാനുമ്മ പറയണം കേട്ടോ. നിങ്ങളെന്നെ എടീന്നൊന്നും വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ ഒരു കോടീശ്വരിയാണ് ഇപ്പോൾ പറഞ്ഞിട്ട് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും, ഭാനുമ്മയെ പറഞ്ഞിട്ട് വിളിക്കും കേട്ടോ. ഭാനുമ്മയോ? നിങ്ങളെയൊക്കെ ഞാൻ ബഹുമാനിക്കണത് ഭാനു, അത് മതി. എനിക്ക് ഒന്നേ പറയാനുള്ളത്, നിങ്ങളൊക്കെ എന്താ പറഞ്ഞ് എന്നെ ഈ വീട്ടിൽ കയറ്റിയത് കുറ്റമാണെന്നല്ല നിങ്ങൾ പറഞ്ഞത്. ഞാനല്ല, നിങ്ങളാണ് ഇവിടുത്തെ. നിങ്ങൾ ഉള്ളോണ്ടാണ് ഈ വീട്ടിൻ്റെ ശാപം. നിങ്ങളാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ട് പറഞ്ഞിട്ട് കുഞ്ഞാറ്റ ഭാനുമ്മൻ്റെ അടുത്ത് പറയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും, സ്വന്തം മകനെ അവൻ്റെ ഭാര്യൻ്റെ ഒപ്പം സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സമ്മതിക്കാത്ത നിങ്ങളൊരു അമ്മയാണോ എന്നിട്ട് ചോദിക്കുകയാണ്. കുഞ്ഞാറ്റയെ പറഞ്ഞിട്ട് നമ്മുടെ ഭാനുമ്മ വിളിക്കണം കേട്ടോ. മിണ്ടിപ്പോകരുത്, എന്നെ കുഞ്ഞാറ്റാന്ന് വിളിക്കണ്ട. ഞാൻ ഇപ്പോൾ ഒരു കോടീശ്വരനാണ്, ഞാൻ നിങ്ങളുടെ ഇപ്പോൾ തൊഴിലാളിയല്ല, കോടീശ്വരിയാണ് പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞാറ്റ ഓരോന്ന് പറഞ്ഞാൽ അടിച്ച് കയറാണ് കേട്ടോ. ഇത് സ്വപ്നമാണോ എന്താണെന്നൊന്നും ഒന്നും അറിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയും, നിങ്ങൾ നാളേക്ക് 40 വട്ടം മഞ്ജുവിനെ കുറ്റം പറയല്ലോ, അവളിനെ ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ സൃഷ്ടിച്ച ഈ ഒരു മകളുണ്ടല്ലോ, ഇവളെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയോ പറഞ്ഞിട്ട് പറയണം. അപ്പോൾ കുഞ്ഞാറ്റയെ പറഞ്ഞിട്ട് വിളിക്കണം, മിണ്ടിപ്പോകരുത്, നീ എന്നെ കുഞ്ഞാറ്റാന്ന് വിളിക്കണ്ട പറഞ്ഞിട്ട് സ്വപ്നയോടും ഇതാക്കണം കേട്ടോ. എന്നിട്ട് സ്വപ്നൻ്റെ എല്ലാ കാര്യവും നമ്മുടെ കുഞ്ഞാറ്റ ഭാനുമ്മത്ത് പറയണം. അതൊക്കെ കേൾക്കുമ്പോൾ ഭാനുമ്മ കൂടി ഷോക്ക് ആവണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഒരു കിടക്കാച്ച എപ്പിസോഡ് തന്നെയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.